നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നതല്ല ഈ രണ്ട് പദവി കിട്ടാൻ. ഒന്ന്, രണ്ട് തന്തയ്ക്ക് ജനിച്ചവര് എന്ന് വിളിക്കപ്പെടാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ല. അതുപോലെ തന്നെ തന്തയില്ലാത്തവരെന്ന് വിളിക്കപ്പെടുന്നതും നാം ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഇംഗ്ലീഷിൽ അതിന് ബാസ്റ്റാർഡ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അറിയാതെ തന്നെ ഈ അവസ്ഥകളിലേക്ക് വീണു പോകുന്ന ചില കാര്യങ്ങൾ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സംഭവം ഞാൻ ഓർക്കാണ്. ഒരുവൻ ചെയ്തിരുന്നത് ഗുണ്ടായിസം വഴി പണിയാ. ഗുണ്ടായിസമാണെങ്കിൽ പോലും അവന്റെ നാവിൽ നിന്ന് വീണ ഒരു കാര്യമുണ്ട്. ഞാനേ രണ്ട് തന്തയ്ക്ക് ജനിച്ചവനല്ല. അത് സ്ഥാപിക്കാൻ അവൻ പരിശ്രമിച്ചത് വളരെ ശ്രദ്ധേയമായി. ആ ഗുണ്ടായിസം പണി ചെയ്തവൻ പോലും രണ്ട് തന്തയ്ക്ക് ജനിച്ചവനെന്ന് വിളിക്കപ്പെടാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് പദങ്ങൾ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത്? ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീണു പോയേക്കാം. അതൊന്ന് തിരിച്ചറിയുന്നത് വളരെ നല്ലതായി. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് തന്തയ്ക്കുള്ളവരാകുന്നത് എപ്പോഴാണ്. ഫുൾട്ടൻ ഷീൻ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എല്ലാ വൈദികർക്കും രണ്ട് അമ്മയുണ്ട്, എല്ലാ വൈദികർക്കും രണ്ട് അപ്പരുണ്ടെന്നും വേണം പറയാം. ഒന്ന് ഫിസിക്കൽ മാം, രണ്ടാമത്തേതാണ് സ്പിരിച്വൽ മാം. ഇനി അതിന്റെ ഒരു കൊണോട്ടേഷൻ വേറെയാണ്. നമുക്കറിയാലോ, നമുക്ക് സ്വർഗത്തിൽ ഒരമ്മയുണ്ടെങ്കിൽ അമ്മയിൽ നമ്മൾ അഭിമാനിക്കുന്നവരാണ്. അമ്മയിലൂടെ നമുക്ക് ഒരുപാട് നന്മകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്വർഗത്തിലെ അമ്മയെയും നമ്മൾ ആദരിക്കണം, സ്നേഹിക്കണം. അത് നമുക്ക് ഒരുപാട് നന്മ വരുത്തും എന്നുള്ളത് നല്ല വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് ഫുൾട്ടൻ ഷീൻ. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് ഒരു ഫിസിക്കൽ ഫാദർ ഉണ്ട്, നമുക്ക് ജന്മം തരാൻ അല്ലെങ്കിൽ നാം രൂപപ്പെടാനായിട്ട് കാരണമായി തീർന്ന ഒരു ഫിസിക്കൽ ഫാദർ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കൊരു ഹെവൻലി ഫാദർ ഉണ്ട്. ഇത് രണ്ടും നമുക്ക് മാന്യമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഹെവൻലി ഫാദർ ഇല്ലാതെ മറ്റൊരു ഫാദർ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ വരാം. അതാണ് ചിലരുടെ കാര്യത്തിൽ സംഭവിക്കാവുന്ന ഒരു അവസ്ഥ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം സാത്താനെക്കുറിച്ചും അവന്റെ സ്വഭാവ രീതിയെക്കുറിച്ചും അവന്റെ മക്കളായി നമ്മൾ മാറുന്നതിനെക്കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. സാത്താൻ ആദ്യം മുതലേ നുണയനും നുണ പറയുന്നവരുടെ പിശാചുമാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ നുണ പറയുന്നത് ഒരു ശീലമാക്കി മാറ്റിയാൽ നമുക്ക് അവൻ നമ്മുടെ പിതാവായിട്ട് മാറും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സ്വർഗീയ പിതാവ് ആ പിതാവിന്റെ സ്ഥാനമെടുത്ത് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് സ്വർഗീയ പിതാവിന് പകരം നമുക്ക് മറ്റൊരു പിതാവ് അവിടെ ഉണ്ടാവുകയാണ്. ശരിക്കും അത് രണ്ട് തന്തയ്ക്ക് ജനിച്ചതിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീണു പോവുകയാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. മറിച്ച് നമ്മൾ സത്യസന്ധമായി ജീവിക്കുമ്പോൾ പിതാവായി ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. നമ്മുടെ ആത്മാവ് നശിക്കും, ആത്മീയത നശിക്കും. മാത്രമല്ല സാത്താൻ നമ്മുടെ പിതാവായിട്ട് മാറുകയും ചെയ്യും. അവന്റെ ഒരു ആധിപത്യത്തിൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ തരം താഴും. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പ്രഭാഷകൻ 4:28 നമ്മൾ വായിക്കുന്നുണ്ട്, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. അങ്ങനെയുള്ളവർക്ക് ദൈവം കൂട്ടിനുണ്ടാകും, അവരെ ദൈവം സംരക്ഷിക്കും, പരിപാലിക്കും എന്നുള്ളത് ആ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 തീമോത്തി 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വചനം എടുക്കുമ്പോൾ ചിലര് അത് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഏക മധ്യസ്ഥൻ, അതാണ് യേശുക്രിസ്തു. മറ്റൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഇത് പറഞ്ഞുകൊണ്ട് മാതാവിനോട് മാധ്യസ്ഥം വഹിക്കുന്നത്, വിശുദ്ധരുടെ മാധ്യസ്ഥം വഹിക്കുന്നത് അതൊന്നും ശരിയല്ല എന്ന് പറയുന്ന വ്യക്തികള്, വ്യാഖ്യാനിക്കുന്ന വ്യക്തികള്, അതൊക്കെ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുന്നവരെ നമ്മൾ കണ്ടെന്ന്. ശരിക്കും അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നീ ആരെയും പിതാവെന്ന് വിളിക്കരുത്, നീ ആരെയും ഗുരുനാഥൻ എന്ന് വിളിക്കരുത്. നിങ്ങൾക്ക് സ്വർഗീയ പിതാവുണ്ട്, നിങ്ങൾക്ക് യേശു ഗുരുവായിട്ട് ഉണ്ട്, അത് മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവവചനത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. മത്തായി 23-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഏകമധ്യസ്ഥൻ, ഏകപിതാവ് എന്നതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമ്മൾ ആരെങ്കിലും പിതാവ് എന്ന് വിളിച്ചെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഗുരു എന്ന് വിളിച്ചു എന്ന് വിചാരിച്ച് ഈ വചനത്തിനെതിരായിട്ട് വരുന്ന കാര്യങ്ങളല്ല. ഏകമധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം, സുപ്രീം ഗോഡ്, മഹോന്നത ദൈവം. യേശുവിനെ നമ്മൾ കാണുന്നത്, പിതാവായ ദൈവത്തെ നമ്മൾ കാണുന്നത് പല ദൈവങ്ങളിൽ ഒരാളായിട്ടാണെങ്കിൽ ഒരു ഫലമില്ല. ഈസ് ദ സുപ്രീം ഗോഡ്, മഹോന്നത ദൈവം. മഹോന്നത ദൈവം എന്ന് പറയുമ്പോൾ ഒരു ദൈവമേ അവിടെ ഉണ്ടാകാവൂ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മെ തന്തയില്ലാത്തവരാക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ നാം തന്തയില്ലാത്തവരായി മാറുന്നത് എപ്പോഴാണ്? അതും ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്. ഈ ബാസ്റ്റാർഡ് എന്ന പദത്തിനുള്ള മലയാളം പദം ജാരസന്തതി എന്ന. ജാരസന്തതി, ഹെബ്രായ ലേഖനം 12-ാം അധ്യായം
7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മക്കൾക്ക് എല്ലാവർക്കും ദൈവം അനുവദിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മക്കളാകില്ല, ജാരസന്തതികളാവും. പിതാവായ ദൈവം നമുക്ക് ശിക്ഷണം നൽകുന്നത്, നമ്മെ വെട്ടിയൊരുക്കുന്നത് നാം അവിടുത്തെ യഥാർത്ഥ മക്കളായിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനെ നമ്മൾ നിരാകരിക്കുമ്പോൾ, അത് ഇഷ്ടപ്പെടാതെ കണ്ട് ഏത് വിധേനയും അതിൽ നിന്ന് ഒഴിവാകാൻ നോക്കുമ്പോൾ ജാരസന്തതികളുടെ ഗണത്തിൽ നമ്മൾ പെടും. ദൈവമക്കളുടെ അവകാശം നമുക്ക് നഷ്ടമാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം, നമ്മൾ ആഗ്രഹിച്ചാൽ പിതാവായ ദൈവം എപ്പോഴും നമുക്ക് പിതാവായി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ദൈവത്തെ സ്നേഹിക്കുന്നവരൊരിക്കലും തന്തയില്ലാത്തവരാകില്ല. കാരണം പിതാവായ ദൈവം നമ്മുടെ അപ്പനായിട്ട്, സ്നേഹ പിതാവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ് സങ്കീർത്തനം 18:30 വചനം. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് കവചമാണ്. സങ്കീർത്തനം 27:10 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. കർത്താവ് നമുക്ക് അപ്പനായി, അമ്മയായി, എല്ലാമായി നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു സന്ദേശമാണ്. ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് ജീവിക്കുവാൻ വേണ്ട അഭിഷേകത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത്, സുഖേച്ഛയിൽ മുഴുകിക്കഴിയുന്ന വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.